A Brazilian bank worker who refused to swap seats with a crying toddler on a flight is now soon to be rating Jennifer for her decision. Jennifer has now ഒരാള് എക്സ്ട്രാ പേയ്മെന്റ് കൊടുത്ത് ഒരു വിൻഡോ സീറ്റ് ബുക്ക് ചെയ്യുന്നു. തൊട്ടപ്പുറത്തിരിക്കുന്ന കുട്ടി ഈ സീറ്റിന് വേണ്ടി വാശി പിടിക്കുകയും കരയുകയും ചെയ്യുന്നു. തുടർന്ന് ഈ കുട്ടിയുടെ പാരന്റ് ഇവരോട് സീറ്റ് എക്സ്ചേഞ്ച് ചെയ്യും മാറിയിരിക്കാനും പറയുന്നു. ഇത് നിരസിച്ചതോടെ ഈ സ്ത്രീയുടെ വീഡിയോ എടുത്ത് ഈ പാരന്റ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും. അത് പിന്നീട് വൈറൽ ആവുകയും ചെയ്യും. ഇവിടെ പ്രശ്നം കുട്ടിയുടെ അല്ല, മറിച്ച് പാരന്റിന്റെ റെസ്പോൺസ് ആണ്. അതായത് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ കുട്ടികൾ അനാവശ്യമായ വാശികൾ കാണിക്കുന്ന സമയത്ത് പാരന്റ് റെസ്പോണ്ട് ചെയ്യുന്നത് മറ്റുള്ളവരെ ബ്ലെയിം ചെയ്തും അവരെ ഷൗട്ട് ചെയ്തും അതുപോലെ അവരുടെ വീഡിയോ എടുത്തും ഒക്കെ ആണെങ്കിൽ ഭാവിയിൽ കുട്ടികളുടെ ബിഹേവിയറും അൺഹെൽത്തി ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെ വളരുന്ന കുട്ടികൾക്ക് ഭാവിയിൽ അൺഹെൽത്തി ആയിട്ടുള്ള പല ബിഹേവിയേഴ്സും ഉണ്ടാവാം. അതായത് മറ്റുള്ളവർ എനിക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യട്ടെ, ഞാൻ കരഞ്ഞാൽ എനിക്ക് എന്തും കിട്ടും, ഫ്രസ്ട്രേഷൻ ടോളറൻസ് വളരെ കുറയുക, നോ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാണ്ടിരിക്കുക, മറ്റുള്ളവരുടെ റൈറ്റ്സും ബൗണ്ടറീസും റെസ്പെക്ട് ചെയ്യാണ്ടിരിക്കുക, ഇതുപോലെയുള്ള ബിഹേവിയേഴ്സ് അവരിൽ വളർന്നു വരാനുള്ള സാധ്യത വളരെ കൂടുതൽ. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഹെൽത്തി ആയിട്ട് പാരന്റ്സിന് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ചാൽ കുട്ടിയുടെ ഇമോഷൻസിനെ വാലിഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇതിന്റെ വിഷമം എനിക്ക് മനസ്സിലായിട്ടുണ്ട്, പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ അത് പോസിബിൾ അല്ല എന്ന് കാമായിട്ട് കുട്ടീനെ പറഞ്ഞ് മനസ്സിലാക്കുക. ഓരോ പാരന്റ്സും കുട്ടികൾക്ക് മറ്റുള്ളവരുടെ റൈറ്റ്സും ബൗണ്ടറീസും ആദ്യം തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്.